നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. ഇന്ന് ശനിയാഴ്ചയാണ് അമേരിക്കയിൽ നിന്ന്. ഇന്നൊരു വീഡിയോ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയത്തെപ്പറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമല്ല. പക്ഷേ കത്തോലിക്ക സഭ വിശ്വാസികൾക്ക് തലശ്ശേരി അതിരൂപത മെത്രാനായിട്ടുള്ള പാംപ്ലാനി, ഞാൻ അദ്ദേഹത്തിൻ്റെ സർനെയിം കറക്റ്റായി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു, പാംപ്ലാനിയെ പറ്റി പറയേണ്ട അത്യാവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു വെളിച്ചം കിട്ടേണ്ടത് അത്യാവശ്യമാണ് കത്തോലിക്ക സഭ വിശ്വാസികൾക്ക്. കാരണം വെളിച്ചത്തെ പറ്റി പറയുമ്പോഴാണ് ഈ കേരള പോലീസിൽ ഒരു പ്രത്യേക വെളിച്ചം കയറിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്, പ്രത്യേക വെളിച്ചമുണ്ട്. അതേപോലെ ക്രൈസ്തവ സഭയിലും ഈ വെളിച്ചം കടന്നുകൂടിയിട്ടുണ്ട്. ചിലർക്ക് ഈ തലശ്ശേരി ദം ബിരിയാണി, ഈന്തപ്പഴം, പിന്നെ കോയ പ്രേമം ഒക്കെ ഉണ്ട് ചില ബിഷപ്പുമാർക്കും ചില വൈദികന്മാർക്കൊക്കെ. അതിൻ്റെ ഒരു ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ക്രൈസ്തവ സഭ രണ്ടായിട്ട്, കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ രണ്ടായി പിരിയാൻ ഒരു സാഹചര്യം ഉണ്ടായതാണ് ഈ അടുത്ത് വരെ അല്ലേ. ഈ പറയുന്ന വ്യക്തി നിരുത്തരവാദപരമായിട്ടുള്ള പല പ്രസ്താവനകളും ഈ അടുത്ത് തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. വീണ്ടും ജബൽപൂർ, ദുർഗാപൂർ, പിന്നെ മധ്യപൂർ എന്നൊക്കെ പറഞ്ഞ ഓരോരോ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ബൈബിൾ കത്തിച്ചു, അവിടെ സുവിശേഷ വേലയ്ക്ക് പോയ പ്രേക്ഷിത പ്രവർത്തകരെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നു. ഇത് ചുമ്മാ പറയുന്നതാണ്. ചുമ്മാ പറയുന്ന പറഞ്ഞാൽ ഈ ബജ്രംഗിയുടെ വീടിന് മുമ്പിൽ എന്താ പറയുന്നത്, ബജ്രംഗി മൂഡ് ഓഫായിരിക്കുമ്പോൾ ബൈബിളുമായി പോയി കഴിഞ്ഞാൽ ബജ്രംഗി ചിലപ്പോൾ ഒന്നോടെ കൊടുത്തു എന്നൊക്കെ വരും. എന്തുകൊണ്ട് ഈ പറയുന്ന ഇദ്ദേഹം ഈ പറയുന്ന ഇറാഖിലും യമനിലും പിന്നെ സിറിയയിലുമൊക്കെ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന ക്രൈസ്തവരെ പറ്റി പിതാവിന് ഒരു ചിന്തയില്ല? പിതാക്കന്മാരെ പറ്റി ശരിക്കും പറഞ്ഞാൽ അധിക്ഷേപിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവത്തിന് അതരങ്ങൾ കൊണ്ട് വിളിക്കുന്നവരവർ, തിരുവസ്ത്രം അണിഞ്ഞവരാണ്. പക്ഷേ ഈ സഭ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇതേപോലുള്ള പിതാക്കന്മാരെ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് ഒരു ക്രൈസ്തവനോ അല്ലെങ്കിൽ കത്തോലിക്ക സഭ അംഗമായ എൻ്റെ ചുമതല കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കത്തോലിക്ക സഭ ആരംഭിച്ചിട്ട് ഏകദേശം 2000 വർഷമായിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും ഇവർക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ പിന്നോട്ടോ എന്നൊക്കെയാണ് അറിയില്ല. ഇന്നും സഭ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് കുർബാന ചെല്ലണോ വേണ്ടത് ഇവർക്ക് അറിഞ്ഞുകൂടാം. ഒരു കൂട്ടം ആളുകൾ ഇവരുടെ സപ്പോർട്ട് ഉന്നതനായ വ്യക്തിക്കുണ്ട്. ഈ വ്യക്തി ഉണ്ടോ എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ ഞാൻ സംശയിക്കുന്നു ഈ സഭയെ പിളർത്താൻ വേണ്ടി ഈ വ്യക്തിക്ക് എന്തോ പ്രത്യേക താല്പര്യമുണ്ട്. ഇദ്ദേഹം മത്സരിച്ച് തോൽക്കുകയൊക്കെ ഉണ്ടായി കർദിനാലാവാനായിട്ട്. നല്ല മിടുക്കനായിട്ടുള്ള ഒരു പിതാവിനെയാണ് കിട്ടിയിരിക്കുന്നത്. തൃശ്ശൂർക്കാരനായിട്ടുള്ള തട്ടിൽ പിതാവ്. സൗമ്യനാണ്, ശാന്തനാണ്, കഴിവുള്ളവനാണ്, നല്ലൊരു പിതാവാണ്. തൃശ്ശൂർ അസിസ്റ്റന്റ് വികാരി ജനറലൊക്കെ ആയിരുന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് മത്സരിച്ച് തോറ്റ പിന്നെ ഈ പുള്ളിക്ക് ചെറിയ കുശുമ്പാണ് ആക്ച്വലി. സഭയെ എങ്ങനെ തകർക്കണം. അദ്ദേഹം ഒരു ചാരനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തെളിവൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കോയ പ്രേമം കൊണ്ട് അദ്ദേഹം ഒരു കോൺഗ്രസ് ചാരനാണ് കാരണം തോന്നുന്നു. കാരണം ഇപ്പോൾ ക്രൈസ്തവ സഭ കൂടുതൽ അടുത്തിരിക്കുകയാണ് ഈ പറയുന്ന മോഡി സർക്കാരുമായി ബന്ധപ്പെട്ട്. ചിന്തിക്കണം, യമനിൽ ഒരു വൈദികൻ അകപ്പെട്ട് പോയപ്പോൾ സുഷമ സ്വരാജും മോഡിയും കൂടിയാണ് കൊണ്ടുവന്നത്. ചിന്തിച്ചു നോക്കണം നിങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോഴാണ് ഈ ജബൽപൂരും മധ്യപൂരൊക്കെയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം. നയം വേറൊന്നുമല്ല, കാരണം ക്രൈസ്തവ വോട്ടുകൾ പോകുന്നുണ്ടോ എന്ന് സംശയം. അദ്ദേഹം പണ്ട് ഈ റബ്ബറിന് വില 250-300 ആക്കണം എന്നൊക്കെ പറഞ്ഞ പ്രസ്താവന നടത്തി. ഏത് കത്തോലിക്കരാണെന്ന് റബ്ബർ ചെയ്യുന്നത്? എനിക്കുണ്ട് റബ്ബറൊക്കെ വെട്ടി വർഷങ്ങളായി. കാരണം റബ്ബറിൻ്റെ വില നിയന്ത്രിക്കാൻ സാധിക്കില്ല. കാരണം ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞ റബ്ബർ വരികയാണ് ഈ പറഞ്ഞ വിയറ്റ്നാം. അപ്പോൾ അതുകൊണ്ട് മോഡി സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വില കുറഞ്ഞ അഭിപ്രായങ്ങൾ പറയുക, സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന കൂട്ടരുടെ കൂടി അച്ചാരം പറ്റിയിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതിലേക്ക് സൂചിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടൊരു മനോഹരമായൊരു വീഡിയോ ആയിരുന്നു സുരേഷ് ഗോപിയുടെ കുരുത്തോല പ്രദക്ഷിണം. തൃശ്ശൂർ ലൂർദ് മാതാവിൻ്റെ കുരുത്തോല പ്രദക്ഷിണം അദ്ദേഹം പങ്കെടുക്കുന്നു. അദ്ദേഹം കുറച്ച് നേരമേ വന്നേയുള്ളൂ, സംബന്ധിച്ചിരിക്കുന്നു ആ പ്രദക്ഷിണത്തിന്. വളരെ മനോഹരമായൊരു വീഡിയോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്, എനിക്കൊന്നും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. എൻ്റെ MP ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് അച്ഛന്മാരുടെയും മെത്രാൻ്റെയും കരണമുണ്ടൊന്നുമല്ല. അത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ്. കാരണം അച്ഛനും മെത്രാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്തില്ല, ആ കാലമൊക്കെ പോയി. കാരണം ജനങ്ങൾക്ക് കത്തോലിക്കർക്ക് ഏകദേശം മനസ്സിലായി ഇത് ഇവരെ ഈ പറയുന്ന അച്ഛന്മാർക്കും മെത്രാന്മാർക്കൊക്കെ ഇതൊക്കെ ഏകദേശം ഒരു ബിസിനസ് മാത്രമാണെന്ന് മനസ്സിലാക്കി അവർ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് തന്നെ അവരുടെ പെൺമക്കളെയൊക്കെ നഴ്സിംഗ് പഠിപ്പിച്ചു, ആൺമക്കളെയൊക്കെ പഠിപ്പിക്കാനായി പുറത്തു വിട്ടും അവർ രക്ഷപ്പെട്ടു പോയത്. ഇവിടുത്തെ സഭ കാശുണ്ടാക്കട്ടെ, അവരെ പോക്കറ്റ് വീർപ്പിക്കട്ടെ. അപ്പോൾ എന്ത് പറയുന്ന ഈ പിതാവിനെ പറ്റി ഞാൻ വിട്ടുപോകുന്നില്ല. അദ്ദേഹം മത്സരിച്ച് തോറ്റു. ഞാൻ ചോദിക്കട്ടെ പിതാവിനോട്, താങ്കൾ ആദ്യം ഈ പ്രശ്നം തീർക്കുക. താങ്കൾ ഈ പറയുന്ന ബൈബിളുമായിട്ട് ജബൽപൂരും
പിന്നെ ബജ്രംഗിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം താങ്കളുടെ ഈ പറയുന്ന ഈ കുറേ ക്രൈസ്തവ അച്ഛന്മാരുണ്ടല്ലോ ഈ നിരാഹാരം ഇരിക്കുന്നത്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ക്രിസ്തുവിൻ്റെ വചനം ക്ഷമിച്ചും യോജിച്ചും മുന്നോട്ട് പോകാൻ ശ്രമിച്ച് ഒരേ കാര്യമായി. കാരണം ഈ സഭയെ തകർക്കുക. കാരണം ഈ കേരളത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് സമരം, ജ്ഞാനായ സഭ രണ്ടായി പിരിയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന സഭയെ പിരിച്ച് കേരളത്തിലെ ഒരു ആർച്ച് ബിഷപ്പായി മാറി കേരള ആസ്ഥാനമായിട്ട് മാറാൻ ഒരു പക്ഷേ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സംഭവം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ക്രൈസ്തവ വോട്ടുകൾ വിഘടിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എവിടുന്നും അച്ചാരം പറ്റിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. ഇറാഖിലും യമനിലും അദ്ദേഹത്തിനെ പറ്റി ഈ പറയുന്ന മുസ്ലിം ഭീകരതയുടെ ഇരയായിട്ടുള്ള ക്രൈസ്തവരെ പറ്റി അദ്ദേഹത്തിന് ഒരു ദണ്ണവുമില്ല. വായ അനങ്ങില്ല അദ്ദേഹത്തിൻ്റെ, ഒന്നും മിണ്ടാൻ സാധിക്കില്ല അദ്ദേഹത്തിന്. പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തലശ്ശേരി ബിരിയാണി അദ്ദേഹം കിട്ടില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറയാത്തത്. ഇരട്ടത്താപ്പല്ലേ, സ്വയം ചിന്തിച്ചു നോക്കുക. അദ്ദേഹം ഇതുവരെ പ്രസ്താവന ഇറക്കിയിട്ടില്ല ഈ പറയുന്ന മുസ്ലിം ഭീകരതയെ പറ്റി. അദ്ദേഹത്തിന് ഇന്ത്യയിൽ നടക്കുന്ന ഈ പറയുന്ന എവിടെയോ പള്ളി കത്തിച്ചു എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം പരാമർശിക്കുകയാണ് വീണ്ടും. അപ്പോൾ അതിനകത്ത് ഇരട്ടത്താപ്പുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രം മിടുക്കരാണ് ഈ പറയുന്ന ജനങ്ങൾ ചിന്തിച്ചു നോക്കണം. കാരണം പാമ്പിലാനിയെ ഒതുക്കണം. ഈ പാമ്പിലാനി നീക്കം വളരെ സംശയാസ്പദമായി. ഇതുപോലുള്ള പിതാക്കന്മാർ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സഭ ഇല്ലാതായിപ്പോൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ. കാരണം വിശ്വാസ സമൂഹം ചിന്തിക്കേണ്ട അത്യാവശ്യമായിരിക്കുകയാണ്. കാരണം ഈ പിതാവിനെതിരെ വീഡിയോ ചെയ്യേണ്ടി വന്നത് ദുഃഖിതനായൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ പറഞ്ഞേ പറ്റൂ. കാരണം ഈ സഭ ഈ സീറോ മലബാർ സഭ ഒരേപോലെ പോകണം എന്ന് ആഗ്രഹമുള്ളോട് പറയുകയാണ്. ഇദ്ദേഹത്തിന് നീക്കങ്ങൾ സംശയാസ്പദമാണ്. അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന കുരുത്തോല പ്രതിപക്ഷത്തിന് വന്ന സുരേഷ് ഗോപിയെ പോലെ ക്രൈസ്തവ എത്ര വോട്ടുകൾ വാങ്ങിച്ച കേരളത്തിലെ എത്ര MP ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും? ഒരാളും ഷെയർ ചെയ്യില്ല സോഷ്യൽ മീഡിയ ഹാൻഡിൽ. പേടിയാണ്, സത്യമല്ലേ? ഏകദേശം 10-30 ക്രിസ്ത്യൻ MLA-മാരുണ്ട്, 5-10 MP-മാരുണ്ട് ക്രൈസ്തവ വോട്ട് വാങ്ങിച്ചവർ. അവരാരും ഈ പറഞ്ഞ കുരുത്തോല പ്രദക്ഷിണത്തിനോ അല്ലെങ്കിൽ ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുക്കുന്ന വീഡിയോസ് എത്ര പേർ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം. ഞാൻ വർഗീയത പറയാൻ എനിക്ക് ആഗ്രഹമില്ല, തീർച്ചയായിട്ടും വർഗീയത പറയുന്ന ചാനലാവാൻ എനിക്ക് ആഗ്രഹമില്ല.